ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത്, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. മന്ത്രിക്കാണെങ്കിൽ ഇതിനൊന്നും നേരവുമില്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുമുള്ള ശ്രമത്തിനിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയോ ആദിവാസികളെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അടിയന്തരമായി ഇതിൽ ഇടപെടണം. വനം വകുപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ തയ്യാറാകണം. ഒന്നിനും കൊള്ളാത്ത ഈ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കണം. ഏതായാലും തോമസ് ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒന്ന് ഈ മന്ത്രി പോയി കിട്ടും, തോമസിന്റെ അഭിലാഷം പൂർത്തീകരിക്കാനും കഴിയും. എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ തടയാനുള്ള വിവിധ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊക്കെ അനുവർത്തിക്കണം. പഴയ കാലം പോലെയല്ല, ഇത് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് കൊണ്ടുവരണം. അതല്ലാതെ ഈ പഴയ തുരുമ്പുള്ള തോക്കും വെച്ചുകൊണ്ടൊന്നും വന്യമൃഗങ്ങളെ നേരിടാൻ കഴിയില്ല. സഖാക്കൾക്ക് പിണറായിനെ പേടിയുണ്ടാവും, പക്ഷെ വന്യമൃഗങ്ങൾക്ക് പിണറായിനെ പേടിയില്ല. അതാദ്യം അവർ മനസ്സിലാക്കും.